മുസ്ലിം സമുദായത്തിന് പോലും ഇല്ലാത്ത ആശങ്ക മുഖ്യമന്ത്രി ഇവിടെ പെരുപ്പിച്ച് കാണിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. CAA നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സംസ്ഥാനത്ത് യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി പ്രകോപനം ഉണ്ടാക്കാൻ ആവർത്തിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ സാമുദായിക ചേരിതിരിവിനുള്ള ചേരുവയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറാവുന്നില്ല. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ഇടതുപക്ഷം ശ്രമിക്കില്ല. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി, ഭരണത്തകർച്ച, ക്രമസമാധാന പ്രശ്നങ്ങൾ, ഇതൊന്നും ചർച്ചയാവാതിരിക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. എല്ലാ ദിവസവും സ്ത്രീകൾ കൊല ചെയ്യപ്പെടുകയാണ്, കൊച്ചുകുട്ടികൾ ആക്രമിക്കപ്പെടുകയാണ്. ഗൂണ്ടകളും ക്രിമിനലുകളും വന്ന് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ എതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ആശുപത്രിയിൽ പോകാൻ പുറത്തിറങ്ങിയ ഒരു സ്ത്രീയെ ഒരു അക്രമി മോട്ടോർ ബൈക്കിൽ കൊണ്ടുപോയി ക്രൂരമായിട്ട് വെള്ളത്തിൽ മുക്കി കൊന്നിരിക്കുന്നു. കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ നിരന്തരം സംഭവിക്കുന്നു. അക്രമങ്ങളും കൊലപാതകങ്ങളും വീട് കയറിയുള്ള ആക്രമണങ്ങളും. തിരുവനന്തപുരത്ത് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരു വീട് കയറി സ്ത്രീകളെയും കുട്ടികളെയും ഗൂണ്ടകൾ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങളുടെ ആക്രമണങ്ങളാണ്. അത് ചർച്ചയാവാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വന്യമൃഗശല്യം ഇതുപോലെ രൂക്ഷമായിട്ടും ഒരു നടപടി ഉണ്ടാവുന്നില്ല. ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, കൊന്നുകൊണ്ടിരിക്കുന്നു, ആക്രമിക്കുന്നു. ജനവാസ മേഖലകളിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവുമില്ല. കിട്ടിയ കാശ് മുഴുവൻ ദുരുപയോഗം ചെയ്തിരിക്കുന്നു. ഒരു സംവിധാനവുമില്ല. SFIയുടെ ഗുണ്ടായിസം, പാർട്ടിക്കാരുടെ ഗുണ്ടായിസം കാരണം സർവകലാശാലകളിൽ കുട്ടികൾ പോകാൻ ഭയപ്പെടുന്നു. അധ്യാപകർ തന്നെ ആത്മഹത്യ. ഇതൊന്നും ചർച്ചയാവാതിരിക്കാനാണ് CAA എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും മുഖ്യമന്ത്രി ഈ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രിയുടെ ആ അജണ്ട ഏറ്റുപിടിക്കുകയാണ് പ്രതിപക്ഷം. സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സർക്കാർ ജനങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന ചർച്ചയ്ക്ക് പിന്നാലെ പോവുകയാണ് UDFും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവരും സർക്കാരിനെതിരെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നേയില്ല. കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ വികസന പ്രതിസന്ധിയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ പ്രതിപക്ഷവും തയ്യാറാവുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ 10 വർഷം ശ്രീ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരുമെന്നുള്ളത് കൊണ്ട് UDFും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അജണ്ടയുടെ പിന്നാലെയാണ് പോകുന്നത്. വികസന അജണ്ട ചർച്ചയാവാതിരിക്കാനുള്ള വളരെ ആസൂത്രിതമായ പ്രചാരവേലയാണ് LDFും UDFും നടത്തുന്നത്. കേരളത്തിൻ്റെ വികസനത്തിൽ താല്പര്യമില്ലാത്ത മുന്നണികളായി, കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ജീവൽ പ്രശ്നങ്ങളിൽ നിലപാടില്ലാത്ത മുന്നണികളായി LDFും UDFും മാറിയിരിക്കുകയാണ്. NDA കേരളത്തിലെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നാളെ വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്തനംതിട്ടയിൽ വന്നപ്പോഴും കേരളത്തിലെ വികസന പ്രതിസന്ധിക്ക്, കേരളം നേരിടുന്ന തകർച്ചയ്ക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നാളെ വീണ്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പാലക്കാട് കേരളത്തിലേക്ക് വരികയാണ്. പാലക്കാട് അത്യുജ്വലമായിട്ടുള്ള റോഡ് ഷോ, 10,000-കണക്കിന് പൗരജനങ്ങൾ അണിനിരക്കുന്ന പാലക്കാട്ടെ പൗരാവലി പൂർണ്ണമായിട്ടും അണിനിരക്കുന്ന റോഡ് ഷോയാണ് നാളെ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മോദിയുടെ 3ാം വരവിന് കേരളത്തിൻ്റെ നിർലോഭമായിട്ടുള്ള പിന്തുണ
ഉറപ്പുവരുത്താനും സാധിക്കുന്ന രീതിയിലാണ് ജനപിന്തുണ വർദ്ധിക്കുന്നത്. ഓരോ ദിവസവും കഴിയുമ്പോഴും ശ്രീ നരേന്ദ്രമോദിജിയുടെ ജനപിന്തുണ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളം സുപ്രധാനമായ ചർച്ചാ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതെല്ലാം മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. അദ്ദേഹം പറയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല ഇതിൻ്റെയൊക്കെ ഉദ്ദേശം, മാധ്യമങ്ങളുടെ ഉദ്ദേശം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി കേരളം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചില ആളുകൾ, മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതൊന്നും ഇവിടെ ഒരു തരത്തിലും വിലപ്പോവില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ്, ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. അത് പൊളിഞ്ഞു പോയില്ലേ, മകൻ്റെ പിൻവലിച്ച് പോയില്ലേ. എന്തൊരു ദുഷ്ടലാക്കാണ്. സുരേഷ് ഗോപിയെ ഏത് രീതിയിലും ഒരു സംഘം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സുരേഷ് ഗോപിക്കെതിരായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വ്യാജ പ്രചരണങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് തൃശ്ശൂരിൽ. ശുദ്ധമായ വ്യാജ പ്രചരണമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം പത്മ അവാർഡുകൾ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇവിടെ പത്മ അവാർഡുകളുടെ പേരിൽ ഒരു സിനിമ തന്നെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പത്മ അവാർഡുകൾ എങ്ങനെയാണ് കോൺഗ്രസ് ഭരണകാലത്ത് അത് ലഭിച്ചിരുന്നതെന്നും കഴിഞ്ഞ 10 വർഷമായി ആ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്നും അറിയാത്തവരാണോ ഈ നാട്ടിലുള്ളത്? അതുകൊണ്ട് ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ്. അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് അവരാലോചിക്കണം, ദിവസത്തെ ആയുസ് പോലും അത്തരം വ്യാജ പ്രചരണങ്ങൾക്കില്ല. കള്ളപ്രചാരണങ്ങളുമായി ഇങ്ങോട്ട് വന്നാൽ, തെറ്റായ പ്രചാരണങ്ങളുമായി ഇങ്ങോട്ട് വന്നാൽ അത് മനസ്സിലാക്കാൻ, അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനുള്ള മിഷണറി ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. നിങ്ങളുടെ ഒരു പരിപ്പും ഇവിടെ വേവില്ല. കള്ളപ്രചാരണങ്ങൾ കൊണ്ട് NDAയുടെ മുന്നേറ്റം തടയാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് അത്തരം കാര്യങ്ങളെ കാണുന്നത്. ജാഗരൂകരാണ് ഓരോ NDA പ്രവർത്തകനും. കള്ളപ്രചാരണങ്ങൾ അവസാനിപ്പിച്ച് ശരിയായ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ LDFും UDFും തയ്യാറാവണം. മാധ്യമങ്ങൾ അതിന് കുടപിടിക്കുന്ന സമീപനം എടുക്കരുത്.